അപ്പോൾ ഒരു ബസ് ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സാധാരണ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അങ്ങനെ ബസ്സുകളിൽ എന്താണ് പ്രീ ഡിഗ്രി സമയത്തൊക്കെ ബസ് കൺസെഷൻ്റെ പേരിലൊക്കെ ഒരു സാധാരണ ഏറ്റുമുട്ടൽ, അത് ഒരു നാടിൻ്റെ മുഴുവൻ സ്വാസ്ഥ്യം എക്കാലത്തേക്കുമായി കെടുത്തിയ സംഭവത്തിൻ്റെ പേരാണ് തങ്കമണി. 1987 അന്നൊരു തെരഞ്ഞെടുപ്പ് ഫലത്തെ വരെ നിർണ്ണയിച്ചു. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്നും 22 കിലോമീറ്റർ അകലെയാണ് തങ്കമണി, കാമാക്ഷി പഞ്ചായത്തിലെ ചെറിയൊരു വാർഡ്. അന്ന് 4 ബസ്സുകളാണ് കട്ടപ്പനയിൽ നിന്ന് തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്നത്. 2 KSRTC ബസ്സുകളും 2 സ്വകാര്യ ബസ്സുകളും. ഈ ബസ്സുകളുടെ എല്ലാം പെർമിറ്റ് കട്ടപ്പന തങ്കമണി റൂട്ടിലാണ്. 2 സ്വകാര്യ ബസ്സുകളിൽ ഒന്നായ എലൈറ്റ് പതിവായി കട്ടപ്പനയിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറം പാറമട വരെ സർവീസ് നടത്തുന്നുള്ളൂ. ഒരു ദിവസം 4 വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം നാടിന്റെ ചരിത്രം തന്നെ മാറ്റിയ കഥയാണ് തങ്കമണിക്ക് പറയാനുള്ളത്. ഒക്ടോബർ 20 കട്ടപ്പന തങ്കമണി റൂട്ടിൽ പെർമിറ്റുള്ള എലൈറ്റ് ബസ് തങ്കമണിയിൽ നിന്ന് 2 കിലോമീറ്റർ മുൻപുള്ള പാറമടയിൽ സർവീസ് നിർത്തുന്നു. ആളുകളെ ഇറക്കിവിടുന്നു. പല ദിവസവും ഇത് ആവർത്തിച്ചതിൽ ക്ഷുഭിതരായ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. 4 വിദ്യാർത്ഥികൾ ബസ്സിൽ തന്നെ തുടരുന്നു. അവരെ ഇറക്കിവിടാനുള്ള ശ്രമം പരാജയപ്പെടുന്നു. ജീവനക്കാർ 2 വിദ്യാർത്ഥികളെ തള്ളിയിട്ട് മുന്നോട്ട്. 2 പേരുമായി ബസ്സിനുള്ളിലും മൽപ്പിടുത്തം തുടരുന്നു. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചു കയറ്റിയ ബസ്സിൽ നിന്ന് ഇറക്കിയ വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനം. നാട്ടുകാർ കൂട്ടം കൂടി സ്റ്റേഷനിലെത്തി. രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ചും പോലീസ് 2 കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചു. ഒടുവിൽ നാട്ടുകാർ പ്രതിഷേധം തുടർന്നതോടെ വിദ്യാർത്ഥികളെ മോചിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ 11 പതിവ് സർവീസിനെത്തിയ ബസ് വിദ്യാർത്ഥികളും നാട്ടുകാരും തടഞ്ഞുവയ്ക്കുന്നു. മാപ്പു പറയാൻ ആവശ്യപ്പെടുന്നു. തങ്കമണി സെയിന്റ് തോമസ് സ്കൂളിന് മുന്നിൽ വലിയ സംഘർഷാവസ്ഥ. വൈകിട്ട് കൂടുതൽ പോലീസ് എത്തുന്നു. ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വെടിവെക്കുന്നു. നാട്ടുകാരനായ എബ്രഹാം കോഴിമല വെടിയേറ്റ് മരിച്ചു. രാത്രി പ്രതികളെ പിടിക്കാനായി 50ഓളം പോലീസുകാർ വീടുകൾ തോറും കയറിയിറങ്ങി. ദമ്പതികൾ കിടന്ന മുറികളിൽ വരെ കയറി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് 42 പരാതികൾ. 2 രാത്രികളിൽ പോലീസ് വീടുകളിൽ കയറി എന്നായിരുന്നു ആരോപണം. വയലാർ രവിയെ മാറ്റി അക്കാലത്ത് മാത്രം ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത കെ കരുണാകരൻ വിമർശന മുനയിലായി. മാസങ്ങൾക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്ന വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. 1987 ആ തെരഞ്ഞെടുപ്പിൽ 78 സീറ്റ് നേടി EK നായനാർ സർക്കാർ അധികാരമേറ്റു. ബലാത്സംഗമെന്ന് ഒരു പരാതിയിലും ഉണ്ടായിരുന്നില്ലെന്ന് അന്ന് മുതൽ കേസ് പിന്തുടരുന്ന ജോൺ പെരുവന്താനത്തെപ്പോലുള്ള സാമൂഹിക പ്രവർത്തകർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അതിക്രൂരവും മൃഗീയവുമായിട്ടുള്ള പോലീസ് നരനായിട്ടാണ് അന്ന് തങ്കമണിയിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് വ്യത്യസ്തമായിട്ടുള്ള ഒട്ടേറെ കഥകൾ, ആ കഥ അനുസരിച്ച് തങ്കമണിയിൽ പോലീസ് കൂട്ടബലാത്സംഗം നടത്തി എന്ന നിലയിലാണ് പിന്നീട് കേരളമൊട്ടാകെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത്. സത്യം എന്തെന്നറിയാൻ മാധ്യമങ്ങളും ഏറെ കഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നു അത്. പോലീസും സർക്കാരും ഭരണ പ്രതിപക്ഷ പാർട്ടികളും തെറ്റിദ്ധരിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വലിയ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടന്നതെന്ന് MLA ആയിരുന്ന ജോസ് കുറ്റിയാനി. ഞാൻ ചെന്നപ്പോഴത്തേന് ഈ സംഭവമൊക്കെ നടന്നിരിക്കുന്നു. എൻ്റെ ഫർദറായിട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക. പോലീസിന് ഫർദറാകെ അറസ്റ്റ് നിർത്തിച്ചു. പിന്നെ പോലീസിൻ്റെ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു. പോലീസ് കുറച്ച് അക്രമ പ്രവർത്തനം നടത്തിയെന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നവർ എൻ്റെ അന്വേഷണത്തിൽ ശരിയുമാണ്. ജസ്റ്റിസ് ശ്രീദേവി കമ്മീഷന് മുന്നിൽ ലഭിച്ച മൊഴികളിൽ ഒന്നിലും ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല. എന്നാൽ അർദ്ധരാത്രി കിടപ്പുമുറിയിൽ മുന്നറിയിപ്പില്ലാതെ കയറിയ പോലീസ് തെളിച്ച ടോർച്ചുകൾക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നതുൾപ്പെടെയുള്ള അപമാനകരമായ സ്ഥിതി നിരവധി സ്ത്രീകൾ വിവരിച്ചു. Election Desk 24